ഹലോ ഗൈസ്, അങ്ങനെ അന്ന് രാത്രി നന്ദു അനിയും സംസാരിക്കുന്നത് കേട്ടപ്പോൾ തന്നെ ആദർശിന് മനസ്സിലാവാണ് അനിക്ക് നന്ദുവിനോട് ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ആദർശ് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇതെന്തായാലും നയനെ അറിയിച്ചേ പറ്റൂ. നന്ദുവിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, എങ്കിലും അനിക്ക് നന്ദുവിനോട് ഇഷ്ടമുള്ള സ്ഥിതിക്ക് നന്ദുവിനെ ഇവിടുന്ന് മാറ്റുന്നതാ നല്ലത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ട്, അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാട്ടോ. രാത്രി സമയം ആദർശ് വെള്ളം എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുമ്പോഴാണ് അനിയും നന്ദു സംസാരിക്കുന്നത് കാണുന്നത്. അവിടെ നിന്നുള്ള എപ്പിസോഡാണ് കേട്ടോ ഇത്. അങ്ങനെ ഈ കേട്ട കാര്യങ്ങളൊക്കെ ആദർശ് നയനയോട് പറയാൻ വേണ്ടിയിട്ട് മുറിയിലേക്ക് പോവുകയാണ്. മുറി തുറന്നപാടെ ആദർശിന് ഒരു കളലക്ഷണം പോലെയൊക്കെ നയനയ്ക്ക് തോന്നുക കേട്ടോ. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ആരെയും നോക്കുന്നേ? ഏയ് എന്താ നീ ഇതിൽ ചോദിച്ചോ? ആരെയും നോക്കുന്നേന്ന്? അതെ, ഒന്നിങ്ങ് വന്നേ നീ. എന്താ ആദർശേട്ടാ ഇത് കൊച്ചു പിള്ളേരെ പോലെ? ഓ, നിന്നെ ഞാൻ സ്നേഹിക്കാൻ വിളിച്ചോണ്ട് വരില്ല, ഒരു കാര്യം പറയാനാ. നീ ആദ്യം വെള്ളം കിളിക്കാനോ? കിളിക്കാനല്ല, കുടിക്കാൻ. എന്തിനാ ആദർശേട്ടാ ഇത്രയും തോനെ വെള്ളം എടുത്തത്? നാളേക്ക് ഇത് കുടിച്ചില്ലെങ്കിൽ കളയേണ്ടി വരില്ലേ? ആദ്യേ നീ ഇത് കുടിക്കി, എന്നിട്ടേ ഞാൻ പറയാനുള്ളതൊന്ന് ഇരുന്ന് കേൾക്ക്. എല്ലാം കേട്ട് കഴിയുമ്പോഴേ ഈ വെള്ളം നീ തന്നാലെ കുടിക്കും. എന്തൊക്കെ ആദർശേട്ട ഈ പിച്ചും പേയും വിളിച്ച് പറയുന്നേ? ആദർശേട്ടൻ ഈ ആരെ ഇങ്ങനെ പേടിക്കുന്നേ? ദേ, മൂർത്തിമുത്തശ്ശന്റെ കൊച്ചുമകന് കള്ളത്തരമൊക്കെ തുടങ്ങിയോ? അതേടി, ഇനി മുതൽ കള്ളത്തരമൊക്കെ വേണ്ടി വരും. ഡി ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ മൊത്തത്തില് വിഷയമാണല്ലോ. എന്തോന്ന്? നീയും നിന്റെ കുടുംബക്കാരും മൊത്തത്തില് പ്രശ്നമാണല്ലോന്ന്? അല്ല, അത് വന്നു കയറിയപ്പോ മുതലേ തുടങ്ങിയതാണല്ലോ. ദേ ആദർശേട്ട, അന്ന് കഴിഞ്ഞത് അപ്പ കഴിഞ്ഞു, ഇനി എന്തിനാ വീണ്ടും അത് എടുത്തോണ്ടിരുന്നേ? എന്റെ അമ്മയും അച്ഛനൊന്നും കുത്തി നോവിച്ചത് മതിയായില്ലേ? ഈ രാത്രി ഇപ്പൊ അവരെയൊക്കെ കുറ്റം പറയാനായിരിക്കും എനിക്ക് വെള്ളം എടുത്തോണ്ട് സ്നേഹത്തോടെ വന്നത്. ഒരാൾ ഇവിടുന്ന് പോകുമ്പോ ഭയങ്കര സ്നേഹത്തോടെ ആയിരുന്നു, തിരിച്ചു വരുമ്പോ കണ്ടാമൃഗത്തെ പോലെയാ വരുന്നേ. ഇനി ഞാൻ പറയുന്നതേ നീ ശ്രദ്ധിച്ചു കേൾക്ക്. ഈ നന്ദുവിന്റെ വിഷമം എന്താണെന്നുള്ളത് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ തന്നെ നയനയുടെ മനസ്സിലേക്ക് എന്തോ ഒരു പേടി പോലെ വരികയാണ് കേട്ടോ. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, അതെന്താ ആദർശേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല, അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ആദർശേട്ടാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലേ ആ വിഷമത്തിന്റെ കാരണം എനിക്ക് കിട്ടി. അത് കേട്ടപ്പോ തന്നെ നയന അങ്ങ് വല്ലാണ്ട് ഷോക്കാവട്ടോ. നയന ഞെട്ടി നിൽക്കാണ്. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ ചുമ്മാ പറയല്ലേ? ആദർശേട്ടൻ വെറുതെ പറയാ. ഞാനിത് പറഞ്ഞപ്പോ നീ ഇതിനിങ്ങനെ പതർന്നേ? ഏയ്, എന്താന്ന് അറിയാനുള്ളൊരു ഞാൻ വരുന്ന വഴിക്ക് കാണാൻ പാടില്ലാത്തൊരു കാര്യം കണ്ടു. എന്ത് കാര്യം? നിന്റെ അനിയത്തിയും എന്റെ പുന്നാര അനിയനും കൂടി ആരും കാണാതെ ദേ അവിടെ നിന്ന് സംസാരിക്കാണ്. സമയം നോക്കിയ 1 മണി. നയനയ്ക്ക് ഇത് കേട്ടിട്ട് വല്ലാത്ത സങ്കടം പോലെ തോന്നുകയാണ്. അപ്പൊ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ അവര് സംസാരിച്ച് കേട്ടോ? കേട്ടു, നല്ല വ്യക്തമായിട്ട് കേട്ടു. എന്താ ആദർശേട്ട അവര് പറഞ്ഞത്? അനിയുടെ വിഷമം എന്താണെന്നോ നന്ദുവിന്റെ വിഷമം എന്താണെന്നോ നമുക്ക് രണ്ടുപേർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് തോന്നിയത് അത് അനിക്കോ നന്ദുവിനോ പരസ്പരം കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ. പക്ഷെ രണ്ടുപേർക്കും ഒരേപോലെ വിഷമം ഉണ്ടായതിന്റെ അർത്ഥം ഇപ്പോഴെനിക്ക് മനസ്സിലായത്. എന്താ ആദർശേട്ടാ അത്? നയനെ, നീ ഞാൻ പറയുന്നത് കേട്ടാല് വെറുതെ നന്ദുവിനെ പോയി കുറ്റപ്പെടുത്തരുത്. ഇല്ല ആദർശേട്ടാ, ആദ്യം എന്താ കാര്യം എന്നൊന്ന് പറ, എനിക്ക് വല്ലാത്ത ടെൻഷൻ പോലെ. എന്നാ കേട്ടോ, രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാൻ പാടില്ലെന്നാ. പക്ഷെ എനിക്കത് കേൾക്കാന്നല്ലാതെ നിർവാഹമില്ലായിരുന്നു. അതും ഈ സമയത്ത് അവർ സംസാരിക്കുന്നുണ്ടപ്പോ എനിക്കെന്തോ സംശയം തോന്നി. ആദർശേട്ടൻ കാര്യം ഒന്ന് തെളിയിച്ച് പറ. നമ്മുടെ അനിക്ക് നന്ദുവിനെ ഇഷ്ടമാ. ഇത് കേട്ട പാടെ തന്നെ നയന വല്ലാണ്ട് അങ്ങ് ഷോക്കാവാണ് കേട്ടോ. ആദർശേട്ടൻ ഇതെന്തൊക്കെയായി പറയുന്നേ? നയനെ, ഞാൻ പറയുന്നത് സത്യമാ. ഞാൻ ആദ്യം കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ അവരുടെ സംസാരം വീണ്ടും അതിലേക്ക് തന്നെയാ പോകുന്നത്. എന്നിട്ട് നന്ദു എന്താ പറഞ്ഞത്? ആ കൊച്ചിന് തിരിച്ചങ്ങോട്ടൊന്നുമില്ല, അവള് മാക്സിമം അവനെ തിരുത്താനാ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ശരിക്കും നയനയ്ക്കൊന്ന് സമാധാനമായത്. അപ്പോ ഈ വിഷയം വല്ല മാറ്റാൻ വേണ്ടി നയന പറയുന്നുണ്ട്, ആദർശേട്ടാ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, അവർക്ക് പലതും തോന്നിയെന്നിരിക്കും. അതിന് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പറഞ്ഞ് തിരുത്താൻ നോക്കുന്നതാ നല്ലത്. എങ്കിലും നയനെ, അനിയുടെ മനസ്സിൽ നന്ദു ആണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞാൽ നീയും അത് പ്രതീക്ഷിച്ച് കാണില്ലല്ലേ? അതെ, ഞാനും പെട്ടെന്ന് കേട്ടപ്പോ ഷോക്കായി പോയി. നയനെ, നമുക്കൊരു കാര്യം ചെയ്താലോ? നന്ദുവിനെ നാളെ തന്നെ വീട്ടിലേക്ക് പറഞ്ഞയക്കാം. അതെന്തിനാ ആദർശേട്ടാ? അത് നന്ദു ഇവിടെ നിന്നാ കുഴപ്പമാകും. അനിയുടെ കല്യാണം എടുത്തോണ്ടിരിക്കുക. അത് മാത്രമല്ല, ഈ അനാമികയുടെ സ്വഭാവത്തിനോട് യാതൊരു താല്പര്യമില്ല എനിക്ക്. ഈ അനാമികയുടെ സ്വഭാവം ഒട്ടും ഇഷ്ടമല്ലെന്നും പറഞ്ഞ് നടക്കുക അനി. ആ സ്ഥിതിക്ക് ഇവരെ രണ്ടുപേരും ഒരുമിച്ച് നിന്നാ പിന്നെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ ഏത് സമയം നന്ദുവിന്റെ മനസ്സ് മാറിയേക്കാം. അനിയെ വലിയ കവിയാ, അവനൊന്നും മയക്കെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. ആദർശേട്ടാ, ഈ സമയത്ത് തമാശ പറയണ്ട. ദേ, എനിക്ക് തമാശ പറയാൻ പറ്റിയ സമയമൊന്നുമല്ല, ഉള്ള ഉറക്കം പോയി. എന്തായാലും നിനക്ക് ദുർസ്വപ്നം കാണാൻ കണ്ട സമയം ഏതായാലും നന്നായി. അല്ല ആദർശേട്ടാ, ആദർശേട്ടൻ അവർ കണ്ടോ? ഞാൻ അങ്ങോട്ട് ചെന്നു. ഈ സമയത്ത് രണ്ടുപേരും സംസാരിച്ചിരിക്കുന്നത് വേറെ ആരെയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ കരുതുക? അവരോട് പോയി കിടക്കാൻ പറഞ്ഞിട്ട് വരിക. രണ്ടുപേരും പോയിട്ടുണ്ട്. നയനെ, ചിലപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് ഇത് അറിയുന്നെങ്കിൽ നിന്റെ അനിയത്തിയെ കുറ്റപ്പെടുത്തിയേനെ. നിന്റെ അനിയത്തിയല്ല, നിന്റെ വീട്ടുകാരെ. പക്ഷേ ഇവിടെ നമ്മുടെ അനിയ കുറ്റക്കാരൻ. ആദർശേട്ടാ,
ഒരു പെൺകുട്ടിയോട് പ്രണയം തോന്നുന്നത് ഇത്ര വലിയ തെറ്റാണോ? അതൊരു കുറ്റമാണോ? അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എല്ലാവരും അങ്ങനെ കരുതും. നിന്റെ അമ്മ മൂന്നാമതൊരാളെ കൂടി ഇങ്ങോട്ടേക്ക് കയറ്റിവിടാൻ നോക്കുകയാണെന്നാ എല്ലാവരും കരുതുക. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞുണ്ടാക്കും. അതിനൊരിക്കലും നമ്മൾ ഇടം കൊടുക്കരുത്. ശരി ആദർശേട്ടാ, നാളെ രാവിലെ തന്നെ നന്ദുവിനോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറയാം. വേണ്ട, നന്ദുവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. അവളെ ഞാൻ നാളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തോളാം. എങ്കിൽ പിന്നെ നീ കിടക്കാൻ നോക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ രാവിലെ നോക്കാം. എന്തായാലും നയനയ്ക്ക് അത് വലിയ ഷോക്ക് ആവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ നല്ല ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗൈസ്.